നീ നന്നാവണമെങ്കിൽ നിൻ്റെ ആറ്റിറ്റ്യൂഡ് ആദ്യം മാറ്റണം. അങ്ങനെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു പോയിന്റിനെ വെച്ച് ഒരുപാട് മോട്ടിവേഷണൽ സ്പീച്ചസും മോട്ടിവേഷണൽ കോൺവെർസേഷൻസും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ആറ്റിറ്റ്യൂഡ്. നമ്മളൊരു മോട്ടിവേഷണൽ പോഡ്കാസ്റ്റ് അല്ല ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറിയ നിങ്ങൾക്ക് ഇന്ന ആളെ പോലെ ആവാം, അതല്ല. ഞാൻ ആക്ച്വലി ഇന്ന് പറയാൻ പോകുന്നത് ഈ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റുക എന്ന് പറയുന്നത് ബ്രെയിനകത്ത് എന്താ സംഭവിക്കുന്നത്. നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ കാര്യത്തോടുള്ള മനോഭാവം, അതുകൊണ്ടുള്ള ആറ്റിറ്റ്യൂഡ്, ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എന്താ ബ്രെയിനിൽ നടക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിയാൽ നമുക്ക് ആറ്റിറ്റ്യൂഡ് മാറ്റാനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് അതിലൂടെ നേടാൻ പറ്റും. അതിനാദ്യം നമ്മളുടെ ബ്രെയിനിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കണം. ബ്രെയിൻ എപ്പോഴും ഡാറ്റാസ് ക്യാപ്ചർ ചെയ്യുന്നത് റോ ഇൻപുട്ട് സെൻസറി ഡാറ്റ ആയിട്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു ടൗൺ സ്ക്വയറിലോ ബിസി ആയിട്ടുള്ളൊരു സിറ്റിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 11 മില്യൺ ബിറ്റ്സ് ഓഫ് ഡാറ്റയാണ് നമ്മുടെ ബ്രെയിൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിറ്റ്സ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റയുടെ ഒരു യൂണിറ്റാണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ ഫയൽ കോപ്പി ചെയ്യുന്ന സമയത്ത് ബൈറ്റ്സ് എന്ന് പറയില്ലേ, 1024 ബൈറ്റാണ് 1 GB. അതുപോലെ ബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഡാറ്റയുടെ ഒരു യൂണിറ്റാണ്. ഏകദേശം 11 മില്യൺസ് ബിറ്റ്സ് ഓഫ് ഡാറ്റയാണ് നമ്മളൊരു പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ സെൻസറി ഇൻപുട്സ് ആയിട്ട് റോ ഇൻപുട്ടായിട്ട് നമ്മുടെ ബ്രെയിനിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ ഒരു ബോട്ടിലിനൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ ഇതിലാകെ 40 മുതൽ 50 വരെയുള്ള ബിറ്റ്സ് ഓഫ് ഡാറ്റ മാത്രമേ ബ്രെയിനിനെ കോൺഷ്യസ്ലി പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളുടെ ഡാറ്റ എന്ന് പറയുന്നത് ഒരു 40 മുതൽ 50 ബിറ്റ്സ് വരെ ഉള്ളൂ. പക്ഷേ 11 മില്യൺസ് ബിറ്റ്സ് ഓഫ് ഡാറ്റയാണ് നമ്മളൊരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ സെൻസറി ഇൻപുട്ടായിട്ട് റിസീവ് ചെയ്യുന്നത്. ഇതാണ് ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ ബോട്ടിൽനെക്ക്. ഒരു സെക്കൻഡിൽ ഇത്ര ബിറ്റ്സ് ഓഫ് ഡാറ്റ മാത്രമേ പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഈ ബോട്ടിൽനെക്ക് എന്ന് പറയുന്നതാണ് ആറ്റിറ്റ്യൂഡ്. നീ ഏത് ഡാറ്റയാണ് ഒരു സെക്കൻഡിൽ 40 to 50 ബിറ്റ്സ് ആയിട്ട് പ്രോസസ് ചെയ്യുന്നതെന്നുള്ള നിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഏത് സിറ്റുവേഷനിലും കാണിക്കാൻ പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റും. എല്ലാവരും അനുഭവിച്ചൊരു എക്സാമ്പിൾ അത്. നമ്മൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടൊരു ചാവി തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഒരു ടേബിളിൻ്റെ മുകളിൽ. നമ്മൾ പാനിക്കായിട്ട് പെട്ടെന്ന് പോകാനുള്ളൊരു ധൃതിയിൽ ടേബിൾ മൊത്തം ഇങ്ങനെ പരതി നോക്കും, അവിടെ ബുക്കിൻ്റെ അടിയിൽ നോക്കും. ഏറ്റവും അവസാനം ടേബിളിൻ്റെ തൊട്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ചാവി ഇരിക്കുന്നുണ്ടാവും. കണ്ണട ഉപയോഗിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കണ്ണട കിട്ടാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് തിരഞ്ഞു നോക്കും. ചിലപ്പോൾ അവസാനം ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും സാധനം. ഇതെന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിനിൻ്റെ ബോട്ടിലിനൊക്കെയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് 40 to 50 ബിറ്റ്സ് ഓഫ് ഡാറ്റ മാത്രമേ കോൺഷ്യസ്ലി ഒരു സെക്കൻഡിൽ പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളതിനെ സ്ട്രെസ്ഫുൾ ആക്കി നമ്മുടെ സെർച്ച് ബാറിൽ കോർട്ടിസോൾ ഇൻക്രീസ് ചെയ്ത് സ്ട്രെസ് കണ്ടീഷൻ ആക്കി കൊടുത്താൽ നമ്മൾ എല്ലാ സിറ്റുവേഷനിലും ആ രീതിയിലാണ് അപ്രോച്ച് എടുക്കുക, ആ രീതിയിലാണ് ആറ്റിറ്റ്യൂഡ് എടുക്കുക. പക്ഷേ ഒരു ഗുഡ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയുടെ ബ്രെയിനിനകത്ത് എന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ എല്ലാ സിറ്റുവേഷനിലും ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഗുഡ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കും ബാഡ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കും കിട്ടുന്നത് ഒരേ സിറ്റുവേഷനാണ്. പക്ഷെ അവർ ആ സിറ്റുവേഷനിൽ ഏത് ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഗുഡ് ആറ്റിറ്റ്യൂഡ് പേഴ്സണെയും ബാഡ് ആറ്റിറ്റ്യൂഡ് പേഴ്സണെയും ഡിഫർ ചെയ്യിക്കുന്നത്. എല്ലാവർക്കും സെയിം സിറ്റുവേഷൻ ആണ്. ഹൗ യു പെർസീവ് ദ ഡാറ്റ, വിച്ച് പീസ് ഓഫ് ഇൻഫർമേഷൻ യു കളക്ട്, that's what makes you a person with good attitude or bad attitude. ഇനിയിപ്പോൾ നമ്മൾ ഈ ഗുഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എനിക്ക് കണക്ട് ചെയ്യുന്ന പോയിന്റ് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാലോ അല്ലെങ്കിൽ പലതരം പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട്. ഗുഡ് വൈബ്സ് ഓൺലി, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഇത് സത്യം പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ അത് തെറ്റായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴോ അല്ലെങ്കിൽ തെറ്റായ സിറ്റുവേഷനിൽ ആ ഗുഡ് വൈസ് കടന്നു വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു ട്രാജഡി സംഭവിച്ചു അല്ലെങ്കിൽ ട്രോമ സംഭവിച്ചു. ആ സിറ്റുവേഷനിൽ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം,
അല്ലെങ്കിൽ ഞാൻ സ്ട്രോങ് ആയിട്ടിരിക്കും എന്ന് നമ്മുടെ ബ്രെയിനിനെ തന്നെ പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സങ്കടം വരാനുള്ള അല്ലെങ്കിൽ സങ്കടപ്പെടാനുള്ള നമ്മുടെ മാനസികാവസ്ഥയെ നമ്മൾ ഇല്ലാതാക്കുകയാണ്. ഓക്കെ, അതായത് ഡെലിബറേറ്റ്ലി അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതിന് നമ്മൾ ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയാം. നമുക്ക് ജനറലായിട്ട് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ഇമോഷൻ എന്താണ് അതുകൂടെ കടന്നു പോകണം. പക്ഷെ നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ ഡാറ്റകൾ കിട്ടുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പോസിറ്റീവായിട്ടിരിക്കുക, സാരില്ല, എല്ലാം മാറും എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളത് നെഗറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. നമുക്കൊരു ട്രാജിക് സിറ്റുവേഷൻ സംഭവിച്ചു, അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്തിട്ട് അതിൽ പരാജയപ്പെട്ടു, നമുക്ക് സങ്കടം വരിക എന്നുള്ളത് ഒരു നോർമൽ പ്രൊസീജിയറാണ്. അത് എപ്പോഴാണ് നമുക്ക് തെറ്റായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിനെ ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സിറ്റുവേഷനിലും ഇല്ല ജസ്റ്റ് പോസിറ്റീവായിട്ട് ഇരിക്കും എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ നിർബന്ധിതനാവുമ്പോഴാണ് നമുക്ക് ഈ മിസ്റ്റേക്ക് വരുന്നത്. അതായത് നമുക്കൊരു പെയിൻ വന്നു, ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വീണു, നമുക്കത് പെയിന് വന്നു, നമുക്ക് തടയാൻ പറ്റുമോ? അതായത് വീണു, അപ്പോൾ അത് വീണ കൊണ്ട് എനിക്ക് മനസ്സിലിങ്ങനെ തടയാൻ പറ്റുമോ? ആ വേദന വരുന്നതിന് തടയാം, ബാക്കി കാര്യങ്ങളൊക്കെ നോർമലായിട്ട് പോട്ടെ, മുറിവ് വന്ന് ചോരയൊക്കെ വന്നോട്ടെ, പക്ഷെ വേദന തടയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഉറപ്പായിട്ടുണ്ടാവും. അതേപോലെ തന്നെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. ആ സങ്കടത്തിൻ്റെ പ്രൊഡക്റ്റാണ് കരച്ചിൽ. നമുക്ക് ഒരു കോമഡി നമ്മൾ കേട്ടു, അത് കോമഡി നമുക്ക് മനസ്സിലായി, നമുക്ക് സന്തോഷം തോന്നി, അതിൻ്റെ പ്രൊഡക്റ്റാണ് ചിരി. അപ്പോൾ ഇതൊരു നോർമൽ പ്രൊസീജിയറാണ്, അത് നമ്മുടെ കൺട്രോളബിളും അല്ല. ഇത് നമ്മൾ പിടിച്ചു നിർത്താൻ നോക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലത്തെ ആറ്റിറ്റ്യൂഡിലെ കുഴപ്പങ്ങൾ സംഭവിക്കുന്നത്. അതിൽ നമ്മളിതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ, അതായത് ഈ പറഞ്ഞ നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഗിൽട്ട്, അതായത് കുറ്റബോധം തോന്നും. അതെന്താ കുറ്റബോധം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു പ്രശ്നം പറ്റി, സങ്കടം വന്നു, കരച്ചിൽ വന്നു, അപ്പോൾ കരച്ചിൽ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റിയില്ല. എന്താ ഞാൻ ദുർബലനാണോ, എന്താ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സ്ട്രെസ് ചെയ്യും. രണ്ടാമത്താണ് സപ്രഷൻ, അതായത് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ അടക്കി കഴിയുമ്പോൾ ലാസ്റ്റ് അത് ആങ്സൈറ്റി ആയിട്ട് മാറും. ഇപ്പോൾ നമുക്ക് ദേഷ്യം വന്നു, ഒരാളോട് ദേഷ്യം വന്നുകൊണ്ട് അത് വെച്ച് ഒരു പ്രവൃത്തി ചെയ്തു, അത് വീണ്ടും അതേ ദേഷ്യം വന്നുകൊണ്ട് തന്നെ നമ്മൾ പ്രകടിപ്പിച്ചില്ലെങ്കിൽ, ആ പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് അവരോട് ദേഷ്യപ്പെടുക എന്നുള്ളതല്ല, വേറെ ഏതെങ്കിലും വഴിയിലൂടെ നമ്മളെ ദേഷ്യത്തിൻ്റെ എനർജി യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നമുക്കത് ഫ്യൂച്ചറിൽ നമ്മളെ സപ്രസ് ചെയ്യണം ആ ഇമോഷനെ. അപ്പോൾ നമ്മളത് ആങ്സൈറ്റിയിലേക്ക് കടക്കാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ ഐസൊലേഷൻ, അതായത് നമുക്ക് സങ്കടം വന്ന് നമ്മൾ ആ വിഷമത്തിനെ നമ്മുടെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുമ്പോൾ, അപ്പോൾ ഫ്രണ്ട് ആരെങ്കിലും ആയിക്കോട്ടെ, ആ പേഴ്സൺ നമ്മളോട് പറയുകയാണ്, എടാ വിടടാ, അതൊന്നും ആലോചിച്ചോണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഫുൾ കരച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ ഫുൾ വിഷമോ കേൾക്കാനുള്ള സമയമില്ല അവിടെ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ ഐസൊലേഷൻ സ്റ്റേജിൽ പോകും, അതായത് ആരോടൊന്നും ഷെയർ ചെയ്യാണ്ടാവും. ഷെയർ ചെയ്താൽ എന്താ കിട്ടുന്നത്? ഇവന് താല്പര്യപ്പെട്ട ഒരു റെസ്പോൺസോ അല്ലെങ്കിൽ ആൻസറോ അല്ല കിട്ടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഐസൊലേഷൻ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ആരെങ്കിലും വിഷമത്തിലിരിക്കുമ്പോൾ നിങ്ങൾ അവനോട് പോയിട്ട് സാരില്ല പോട്ടെ, ജീവിതത്തിൽ കുറേ വലിയ പ്രശ്നങ്ങൾ ആർക്കൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് സമാധാനിക്കുക എന്നൊക്കെ പറയുന്നതിന് പകരം നിങ്ങൾ പോയിട്ട് പറയുക, നിനക്ക് സങ്കടം വരും, അതെനിക്ക് മനസ്സിലാവും, നിനക്ക് കരച്ചിൽ വരുന്നുണ്ട്, നീ കരഞ്ഞോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവനാ പ്രഷർ ഉണ്ടാവില്ല, ആറ്റിറ്റ്യൂഡിനെ മറയ്ക്കാൻ സങ്കടത്തിനെ മറയ്ക്കാനുള്ള സന്തോഷം കൊണ്ടുവരുന്ന ആറ്റിറ്റ്യൂഡ് പ്രഷർ ഇല്ലാണ്ടാവും. ആ റിഫ്ലെക്സ് റിയാക്ഷൻ ഉണ്ടല്ലോ, അപ്പം നമ്മളുടെ കൺട്രോളബിൾ അല്ലാത്ത സീരീസ് ഓഫ് ഇവൻറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നീ പറഞ്ഞത് നമ്മൾക്കൊരു മിസ്ഹാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലോ നമ്മളുടെ ശരീരത്തിലോ ഉണ്ടാവുന്ന അൺകൺട്രോളബിൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. കരച്ചിൽ വരുന്നതും ഇപ്പോൾ സന്തോഷമാണെങ്കിൽ ചിരി വരുന്നതൊക്കെ നമ്മുടെ കൺട്രോളബിൾ ഉള്ള കാര്യമല്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും, നമ്മൾ വളർന്നു വന്ന കണ്ടീഷനിങ്ങിനെ ബേസ് ചെയ്തിട്ട് അത് വരും. പക്ഷെ അത് കഴിഞ്ഞാൽ, ആ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നീട് ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ്. ആ ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സീരീസ് ഓഫ് ഇവൻറ്റ്സ് അവൻ അതേപോലെ എങ്ങനെയാണോ അവന് ഫീൽ ചെയ്യുന്നത് അതുപോലെ അനുഭവിച്ചോട്ടെ. അതിൻ്റെ ടൈം ലിമിറ്റ് എത്രയാണോ എടുക്കുന്നത് അത്രയും ടൈം ലിമിറ്റ് എടുത്ത് ഹീൽ ചെയ്തോട്ടെ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആളുടെ ഫോക്കസ് മുഴുവൻ ആ കൺട്രോളബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ അവൻ എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കാൻ വേണ്ടത്. ഇതിനൊരു ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഒരു
മെറ്റഫറിക്കൽ പെർസ്പെക്റ്റീവിൽ നമ്മുടെ പ്രകൃതിയിൽ തന്നെ കാണാൻ പറ്റുന്ന എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ കാണുന്ന കോളില്ലേ, കൽക്കരി, അതേപോലെ ഡയമണ്ട്, ഇത് രണ്ടും ഉണ്ടാവുന്നത് സെയിം ഐറ്റത്തിൽ നിന്നാണ്. കാർബൺ പ്രൊഡക്ട്സ് ആണ് ഇത് രണ്ടും മണ്ണിൻ്റെ അടിയിൽ. നല്ല സ്റ്റോറിയാണ് ഇത് രണ്ടും എങ്ങനെ ഉണ്ടാവുന്നതെന്നുള്ളത്. മണ്ണിൻ്റെ അടിയിൽ ഒരുപാട് ആഴത്തിൽ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറിലും കാർബണിൽ മൊളിക്കുലാർ ചേഞ്ചസ് വരുമ്പോഴാണ് ചില കാർബൺ പാർട്ടിക്കിൾസും ചില കാർബണും കോളായി മാറുന്നത്, ചിലത് ഡയമണ്ടായി മാറുന്നത്. കോളിന് എന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, അത്രയും ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും വരുന്ന സിറ്റുവേഷനിൽ കോള് സോഫ്റ്റ് ആവും. കോള് ഇൻറ്റേർണൽ മോളിക്യൂൾ ചേഞ്ച് സംഭവിക്കാതെ കോൾ ഒരു സോഫ്റ്റ് കമ്പഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റായി മാറും. പക്ഷേ ഡയമണ്ട് ആവുന്ന കാർബൺ എന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ സെയിം പ്രഷറും സെയിം ടെമ്പറേച്ചറും വരുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റേർണൽ മോളിക്യൂൾസ് ഒരു 3D ലാറ്റിസ് സ്ട്രക്ചറായിട്ട് മാറും. അതിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണലി അതിൻ്റെ മോളിക്യൂൾസ് അത് അലൈൻ ചെയ്യും. ഡയമണ്ട് ആണ് ഏറ്റവും ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ അത്രയും ടെമ്പറേച്ചറും പ്രഷറും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്തിട്ട് അത് പുറത്തോട്ടുള്ള ചേഞ്ചസിനെക്കാട്ടിലും കൂടുതൽ ഡയമണ്ട് ആവുന്ന കാർബൺ ഇൻറ്റേർണലി മോളിക്യൂളിനെ അത് റീ അറേഞ്ച് ചെയ്യും. എന്നിട്ടൊരു ഹെക്സഗണൽ ലാറ്റിസ് സ്ട്രക്ചറൊക്കെ ആവുന്നുണ്ട്. ഡീപ്പായിട്ട് കെമിസ്ട്രി പഠിക്കുന്ന ആൾക്കാർക്ക് അത് അറിയും. ആ മോളിക്കുലർ സ്ട്രക്ചർ ഡയമണ്ട് ആവുന്ന കാർബൺ ഇന്റേണലി മാറാൻ തീരുമാനിച്ചത് കൊണ്ടാണ് അത് ഡയമണ്ടായി മാറിയത്. അങ്ങനെ തീരുമാനിക്കാത്ത കാർബൺ ആണ് വേറെ ആർക്കോ വേണ്ടി കത്തിത്തീരുന്ന കോളായിട്ട് മാറുന്നത്. സോ ഇവിടെ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശം എന്താണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഇടയിലുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ കാർബണായിട്ട് കണ്ടാൽ നമുക്ക് വരുന്ന എല്ലാ സ്ട്രെസ്സും ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും കാർബണിന് കിട്ടുന്നത് പോലെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ, ചില ആളുകൾ ആ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറിലും വേറെ ആർക്കോ വേണ്ടി ജീവിക്കുന്ന കോളായിട്ട് മാറും. ശരി. ചില ആളുകൾ ആ സിറ്റുവേഷനെ അവരുടെ ഉള്ളിൽ തന്നെ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു സിറ്റുവേഷനായിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, എനിക്കിപ്പോൾ ഒരു ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഡയമണ്ട് ആവുന്ന കാർബൺ ചിന്തിക്കുന്നത് പോലെ എൻ്റെ ഉള്ളിൽ ഇൻ ദ സെൻസ് എൻ്റെ മൈൻഡ് സെറ്റ്, എൻ്റെ ബ്രെയിനിനകത്ത് എനിക്ക് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെന്ന്, എങ്ങനെ ഡയമണ്ട് ഇൻറ്റേർണലി അതിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ മാറുന്നു അതേപോലെ നമ്മുടെ ബ്രെയിനെ നമ്മൾ റീവയർ ചെയ്യും. ഇതാണ് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു വരുന്ന ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അങ്ങനെ മാറുന്ന ഡയമണ്ട് എത്രത്തോളം ഹാർഡായി ടഫ് ആവുന്നു അതുപോലെ ഹ്യൂമൻസിനും പോസിബിളാണ്. പക്ഷെ നമ്മൾ ഡിസൈഡ് ചെയ്യണം വെദർ യു വിൽ ബിക്കം എ കോൾ ഓർ എ ഡയമണ്ട്. ഇറ്റ്സ് അപ് ടു യു. അതിന് വേണ്ടി എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പ്രഷർ സിറ്റുവേഷൻ ആണെങ്കിൽ പ്രോബ്ലംസിനെ നമ്മൾ ഫേസ് ചെയ്ത് അതിനിപ്പോൾ സമയം കൊടുക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു നമ്മുടെ കൂടെ ഉള്ള ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താ വരും, സ്വാഭാവികമായിട്ടും വരുന്ന കാര്യമാണ് സങ്കടം. ചിലവർക്കത് പെട്ടെന്ന് തീരും, ഒരാഴ്ച കൊണ്ട്, ചിലവർക്കത് ഒരു മാസം, ചിലപ്പോൾ ഒരു വർഷമൊക്കെ എടുക്കും. നിങ്ങളുടെ ഇഷ്ടമാണ്. മീൻസ് നമ്മുടെ ഓരോരുത്തരുടെ മെൻ്റൽ കപ്പാസിറ്റി പോലെയാണ് ഓരോന്ന്. പക്ഷേ അത്രയും ടൈം എടുത്ത് നിങ്ങളെ ഇമോഷനായിട്ട് തന്നെ കളയണം എന്നുള്ളതാണ്. നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, അത് ഇമോഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കരയില്ല, ഞാൻ പിടിച്ചു നിൽക്കും. അത് സത്യം പറഞ്ഞാൽ അവരുടെ ഇമേജ് പോകുമോ എന്നുള്ളൊരു പേടിയാണ്. ബുദ്ധിയുള്ള ആളോ അല്ലെങ്കിൽ ചങ്കൂറ്റുള്ളവനോ ആ ഇമോഷനെ ഫേസ് ചെയ്യും. ഞാൻ പറഞ്ഞ പോയിന്റിനെ വേറൊരു മീനിങ് കൂടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇമോഷൻസിനെ സപ്രസ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇമോഷൻസിനെ സപ്രസ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇമോഷൻസ് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം ആ സിറ്റുവേഷനിൽ. പക്ഷെ ആ റിഫ്ലെക്സ് അൺകൺട്രോളബിൾ സീരീസ് ഓഫ് ഇവൻറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഫാസ്റ്റ് യു ക്യാൻ വർക്ക് ഓൺ യുവർ കൺട്രോളബിൾസ്. പിന്നീട് നമുക്ക് എത്ര പെട്ടെന്ന് ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് ആ കൺട്രോളബിൾസിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിൽ മെയിനായിട്ടൊരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, തത്വചിന്ത എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ മഴയും വെയിലും നിറഞ്ഞതാണ്. അതായത് നമുക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആൾക്കാർ പറയും, ഓ ഹിച്ച മഴ, വെയിൽ വന്നാൽ മതിയായിരുന്നു. മഴ പെയ്യുന്ന സമയത്ത് വെയിൽ വരണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തെറ്റില്ല. പക്ഷേ ഈ മഴ പെയ്യുന്നത് മോശമാണ് അല്ലെങ്കിൽ മഴ നനയുന്നത് നമ്മൾ മോശമാണെന്ന് ചിന്തിക്കുന്നില്ലേ,
അവിടെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റേണ്ടത്. അതായത് നമുക്ക് സങ്കടം വന്നു, നമുക്ക് കരച്ചിൽ വന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സന്തോഷം വന്നു, ഒരു കൂട്ടത്തിൽ നമ്മളിപ്പോൾ പോയി തിയേറ്ററിൽ പോയി, ഒരു നല്ലൊരു ബ്രില്യൻറ്റ് കോമഡി വന്നപ്പോൾ നമുക്ക് ചിരി വന്നു, മറ്റവൻ ചിരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഇതിനെ സപ്രസ് ചെയ്യുന്ന പകരം നമ്മൾ നമ്മുടെ ഇമോഷൻ അങ്ങോട്ട് എടുക്കുക, നമ്മൾ നമ്മളായിട്ടിരിക്കുക. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഈ നമ്മൾ മഴ പെയ്യുന്നാലും മഴ നനയുന്നതിനെ തെറ്റായി കാണാതിരുന്നാൽ മതി. ഇനി നമുക്ക് ആറ്റിറ്റ്യൂഡിൽ വരുന്നൊരു മിസ്റ്റേക്ക്, അത് ഏത് സാഹചര്യമാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു കാര്യം ചെയ്ത് ഇത് എക്സ്പേർട്ടായെന്ന് വിചാരിക്കുക. ഏറ്റവും വലിയ എക്സ്പേർട്ടായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ വിജയിച്ചു എന്ന്. ഒരു കാര്യം കുറേ ചെയ്ത് എക്സ്പേർട്ടായി. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് എക്സ്പേർട്സ് ട്രാപ്പ്. അതായത് നമ്മളെപ്പോൾ വേണമെങ്കിലും തോക്കാനുള്ള ഒരു നിമിഷമാണത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യത്തിലേക്ക് എക്സ്പേർട്ടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം അറിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഈഗോ വളരും. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ സെറ്റായി എന്ന് പറയുന്ന നിമിഷത്തിൽ ചെറിയൊരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അത് നിലനിർത്താൻ പറ്റും. അതിനാണ് ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയാം. ജപ്പാനീസിൻ്റെ സെൻ ബുദ്ധിസം എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിൽ ഷോഷിൻ എന്നാണ് ഇതിനെ പറയുക. ഷോ എന്ന് പറഞ്ഞാൽ ബിഗിനർ, ഷിൻ എന്ന് പറഞ്ഞാൽ മൈൻഡ്. അപ്പോൾ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, അതായത് എനിക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള എപ്പോഴും ഞാൻ എക്സ്പേർട്ട് ആണെങ്കിൽ പോലും ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് നമ്മുടെ എക്സ്പേർട്ടായ നമ്മുടെ കാര്യത്തിന് നിലനിർത്താൻ പറ്റും. ഇതിലെന്താ പ്രശ്നം വരും വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ എക്സ്പേർട്ടായി കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന വിജയിച്ചു എന്നുള്ള ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈഗോ എന്ന് പറയുന്ന സാധനത്തിനെ വേറൊരു കാര്യം പഠിക്കാനായിട്ട് സമ്മതിക്കില്ല. കാരണം നമുക്ക് ഓൾറെഡി അറിയാമെന്നുള്ള ചിന്തയാണ്. ഇങ്ങനൊരു ഈഗോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളൊരു ചട്ടക്കൂട്ടിലായി പോകും. അത് നമ്മളൊരു നമ്മുടേതായ നമുക്ക് മാത്രം ഇന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, പുതിയതായിട്ടൊന്നും വരണ്ട എന്നുള്ളൊരു ചട്ടക്കൂട്ടിലായി പോകും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ട്രാപ്പ് നമ്മൾ വീണ് പോയൊരു ട്രാപ്പാണത്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പോയിൻ്റാണ് ആക്റ്റീവ് ലിസണിങ്. അതായത് നമ്മൾ ആരോടെങ്കിലും കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിസണറാണോ നോക്കുക. അതായത് നമ്മളൊരു കോൺവെർസേഷൻ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അതിന് പകരം എന്താ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവൻ പറയുന്ന മൊത്തം കേൾക്കുക. അതായത് ട്രാപ്പിൽ നിന്ന് പുറത്ത് വരാൻ കുറച്ച് കാലത്തേക്ക് നമ്മളായിട്ടൊരു കാര്യം പറയാതെ നിൽക്കണ്ട, ആൾക്കാരെ കേൾക്കുക, അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാവും. ലിസൺ മോർ ദാൻ യു സ്പീക്ക്. അതെ, ലിസൺ മോർ പ്രോവർബ്. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റാണ് ചെറിയ കുട്ടികളെപ്പോലെ ഡൗട്ട് ചോദിക്കുക. എന്തെങ്കിലും കാര്യം കണ്ടു കഴിഞ്ഞാൽ അതെന്താ അങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ വന്നത് എന്ന് നമ്മൾ കുട്ടികളാണെങ്കിൽ ചോദിക്കുമല്ലോ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു 10 പ്രാവശ്യമൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ എക്സ്പേർട്ടാണ് വിചാരിച്ചിട്ട് നമ്മുടെ ആ ഒരു ഷെല്ലിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ചോദ്യം ചോദിക്കാതിരിക്കും, അത് പൊട്ടിച്ച് കളയണം. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നവരെ മാറുക. എന്താ ഇപ്പോൾ പ്രശ്നം വരാൻ പോകണം, നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയാൻ പോവല്ലേ. ആൾവേസ് നർച്ചർ യുവർ ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞൊരു അതെ, അടുത്ത പ്രോവർബിൽ ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഫോണിലൊരു സെറ്റിങ്സ് നമുക്ക് അറിയില്ല. നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്നത് നമ്മൾ കുറേ കാലം യൂസ് ചെയ്യുന്ന ഫോണാണ്. മിസ്റ്റേക്ക് പറ്റിയപ്പോൾ അതിൽ ചെറിയ സെറ്റിങ്ങാണ് നമുക്കറിയില്ല. നമ്മളത് തൊട്ട് അടുത്തിങ്ങനെ പറഞ്ഞപ്പോൾ ഫോണിൽ പെട്ടെന്നായിരിക്കും പറയാം, എന്ത് പറ്റാത്ത സെറ്റിങ്സ് മാറ്റിയാൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ ഫോൺ വാങ്ങിച്ചിട്ട്, അതായത് കൂട്ടുകാരന് ഫോൺ കൊടുത്തിട്ട് അവന് ശരിയാക്കി തന്നു. അതിൻ്റെ കൂട്ടുകാർ ചുമ്മാ കളിയാക്കി, ഒന്നും അറിയില്ല അല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ഈഗോ അടിച്ചിട്ട് നീയൊക്കെ ഇപ്പോഴല്ലേ തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് അതിനെ പോയി ചൊറിയാണ്ട് ഇതെനിക്ക് അറിയില്ലായിരുന്നു, അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, താങ്ക്സ് കേട്ടോ എന്ന് പറയാം. ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരണം. എന്നാലേ മറ്റേതും ബ്രേക്ക് ആകാൻ പറ്റുള്ളൂ, ഇത് എക്സ്പെർട്ടൈസ് എന്ന്. ഇനി ഇതിൽ കണക്ട് ചെയ്ത് തന്നെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ, എപ്പോഴും ആ മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി. എനിക്കറിയില്ല, അതായത് പുതിയതായി ഈ എക്സ്പേർട്ടായി കഴിഞ്ഞാലും പിറ്റേ ദിവസം പോകുമ്പോൾ ആദ്യം മുതൽ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ എനിക്കറിയില്ലായിരുന്നു, നിനക്കറിയാത്തപ്പോൾ ഇത് ചെയ്യുന്നില്ലേ, അതേ ആറ്റിറ്റ്യൂഡോടുകൂടി പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റും. ഈ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പോയിന്റ് ആഡ് ചെയ്യാനുള്ള എന്താണെന്നുണ്ടെങ്കിൽ 100% ഐഡിയൽ ആയിട്ടുള്ള 100% ഒരു ഫ്ലോസും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റംസും ഈ ലോകത്തില്ല എന്നുള്ളൊരു തിയറി ഉണ്ട്. എല്ലാത്തിലും എന്തെങ്കിലും ഒരു ഫ്ലോ ഉണ്ടാവും. ഇപ്പോൾ ഡോമെക്സിൻ്റെ ഒക്കെ പരിസരത്തിൽ കണ്ടിട്ടില്ലേ, 99.99% ജേംസിനെയും ഒരു ചെറിയൊരു റെഡ് കളർ ഡോട്ട് ഒരു ബാക്കി വയ്ക്കും വേണ്ടി. അപ്പോൾ
ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ നോളജിൻ്റെ കാര്യത്തിലൂടെ കൊണ്ടുവരണം, ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരണം. നമ്മൾ എന്തൊക്കെ പഠിച്ചാലും എത്രയൊക്കെ പഠിച്ചാലും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ 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 കുറവാണ്. നമുക്കൊന്നും അറിയില്ല. ആ മൈൻഡ് സെറ്റ് നമ്മൾ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോടും ഒരു പോയിന്റിലും ഈഗോ ഫീൽ ചെയ്യില്ല. നമുക്കറിയാത്തൊരു കാര്യം ഒരു ചെറിയ കുട്ടി വന്ന് മാമന് ചേട്ടൻ ഇതൊന്നും അറിയില്ല, ഈ ഫോണിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്കറിയില്ല, നീ പറഞ്ഞത് നന്നായിട്ടോടാ എന്ന് പറയാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു അക്സെപ്റ്റ് നമുക്കൊരു ചുക്കും അറിയില്ല. ഇനി ഇതിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്, നമുക്ക് നന്നായിട്ട് അറിയുന്നൊരു കാര്യത്തിനെ ആദ്യം ചെയ്യുന്ന പോലെ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എല്ലാവർക്കും നന്നായിട്ട് പല്ല് തേക്കാൻ അറിയാം. നാളെ രാവിലെ എണീറ്റിട്ട് ഈ പല്ല് തേക്കുന്നത് ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ പേസ്റ്റൊക്കെ എടുത്ത് വളരെ ആദ്യമായിട്ട് നീ എങ്ങനെയാണോ ചെയ്യുക ആ ആറ്റിറ്റ്യൂഡോട് ചെയ്യുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും കാലം വിചാരിച്ച് വെച്ച നമുക്ക് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന ഇതെനിക്കറിയാം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് മുതൽ ചെയ്യുന്ന പോലെ ചെയ്യാം. ഒരു വനിതാ ക്രിക്കറ്റർ പറഞ്ഞൊരു വാചകമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ക്ലിക്ക് ആവുന്നത്. അവിടെ മാൻ ഓഫ് ദി മാച്ച് ആയ സമയത്ത്, ആളെ ഞാൻ ഓർക്കുന്നില്ല, ആയ സമയത്ത് അയാൾ ചോദിച്ചു, ഈ അവതാരകൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ മനസ്സിൽ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കൂടുമ്പോഴെന്ന് വെച്ചപ്പോൾ, എല്ലാ ദിവസവും ഞാൻ മാച്ചിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ 0 റണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്ന് സെഞ്ചുറി അടിച്ചു, നാളെ ഞാൻ മാച്ചിൽ ഇറങ്ങുമ്പോൾ ഞാൻ വീണ്ടും 0 റൺസിനാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്ത് കാര്യം നമ്മൾ അറിയാമെന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും എല്ലാം നമുക്ക് ആദ്യം മുതൽ ചെയ്യുന്ന പോലെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടിരിക്കും. ഇത് ഏതിലേക്ക് കണക്ട് ആവുന്നത് അറിയോ? മൈൻഡ്ഫുൾനെസ്സിലേക്ക് കണക്ട് ആവുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം കാർ ഓടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ ഗിയർ മാറ്റുന്നതും ആക്സിലേറ്റർ ചവിട്ടുന്നതും സ്റ്റിയറിംഗ് തിരിക്കുന്നതും ഒക്കെ ഭയങ്കര കോൺഷ്യസ് ആയിട്ടും അലേർട്ടായിട്ടോ ചെയ്യാം. പിന്നെ ഡ്രൈവിംഗ് നമുക്ക് വശമായി, നമ്മളൊരു പ്രോ ലെവൽ ഡ്രൈവർ ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ സാധനമൊക്കെ വരും. പക്ഷെ നീ ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ആ കാര്യത്തിനെ അപ്രോച്ച് ചെയ്താൽ നമ്മൾ ഭയങ്കര മൈൻഡ്ഫുൾ ആയിരിക്കും. നമ്മൾ ആ കാര്യത്തിൽ ഓരോ സെക്കൻഡിലും മുഴുകി നമ്മളുടെ എല്ലാ കോൺഷ്യസ്നെസ്സിനെയും അലേർട്ടിനെയും ആ 40 bits ഓഫ് ഡാറ്റ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ, അത് മുഴുവൻ നമുക്ക് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടുള്ള മോട്ടിവേഷൻ ആയിരുന്നില്ല. നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബ്രെയിൻ സൈക്കോളജിയായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് ബ്രെയിനിൽ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. I hope you guys enjoy the podcast. Rax and Joby will come up with the next video. Thanks for watching.